ഏതൊരു രാജ്യത്തെയും അതിസമ്പന്നരായ ബിസിനസ്സുകാരുമായുള്ള ഭരണകൂടത്തിന്റെ അമിതമായ ബന്ധം ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് കാര്യമായ തടസ്സം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇത്തരം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമവ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്നതോടെ രാജ്യം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധികളിലും അപകടവീതികളിലും സഞ്ചരിക്കേണ്ടി വരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ ഇത്തരം കോർപ്പറേറ്റുകളിലേക്ക് വഴിതിരിച്ചു വിടുകയും അവർക്ക് ഈ സ്ഥാപനങ്ങൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ക്രമത്തിൽ പൊതുജനങ്ങൾക്ക് കാര്യമായ അറിവൊന്നുമില്ലാത്തത് കൊണ്ട് സർക്കാർ തീരുമാനങ്ങൾ അംഗീകരിക്കുക മാത്രമേ അവരുടെ മുന്നിൽ വഴിയുള്ളൂ. പകരം രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ചെലവ് കൂടുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും സമ്പന്നർ അതിസമ്പന്നരാവുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിലെ വർഗീയ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലങ്ങളിലായി ഇത്രയധികം വളർന്നു വരാൻ കാരണമാകുന്നത് അദാനി അംബാനികൾ പോലുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ഗിമ്മിക്കുകളാണ്. കുംഭമേളയിൽ കാണാതായ 1000-ലധികം ആളുകളുടെ വിഷയത്തിൽ നിന്നും ട്രംപിന്റെ വ്യാപാര കരാർ ഇന്ത്യക്ക് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള തന്ത്രങ്ങളുമായാണ് BJP വഖഫ് ബിൽ ഈ അവസരത്തിൽ പാസ്സാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം.